Hi, dear students, welcome back to our mathematics class. Today we are going to start our new chapter, the third chapter, the mathematics of chance. Okay? Otherwise, probability. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ അവസാനം ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വിട്ടു തന്നിരുന്നു കൈറ്റിൻ്റെ വിക്ടേഴ്സ് ചാനലിലെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും 2-3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലിങ്കും ഞങ്ങൾക്ക് വിട്ടു തന്നിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിരുന്നോ? അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോട്ടെ, എന്തൊക്കെയാണ് അതിലുള്ളതെന്നൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ വീഡിയോ ഇട്ട് തന്നത്. ഏതായാലും നമുക്ക് തുടക്കം മുതൽ എന്താണ് ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ പേര് ശരിക്കും വരേണ്ടത് പ്രോബബിലിറ്റി എന്നാണ്. പ്രോബബിലിറ്റി ശരിക്കും വരേണ്ടതല്ല, പ്രോബബിലിറ്റി എന്നാണ് അതിൻ്റെ നമ്മുടെ ആ ടോപ്പിക്കിൻ്റെ പേര്. അതായാലോ, അപ്പോൾ എന്താണ് ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യണം. കോയിൻ ടോസ് ചെയ്യണം. മനസ്സിലായല്ലോ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ ടോസ് ചെയ്ത കോയിൻ താഴെ വന്ന് വീഴുമ്പോൾ ഒന്നുകിൽ അതെന്ത് ചെയ്യും, അതിൻ്റെ പുറമെ കാണുന്ന ഭാഗം ഒന്നുകിൽ അത് ഹെഡായിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, ടെയിലായിരിക്കും. ടെയിൽ രണ്ട് നമ്മൾ പറയാം, ഹെഡും ടെയിലും, ഹെഡ് ടെയിൽ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? കോയിൻ ടോസ് ചെയ്ത് ചിലപ്പോൾ ഹെഡ് കിട്ടും, ചിലപ്പോൾ എന്ത് കിട്ടും, ടെയിൽ കിട്ടും. ഏതെങ്കിലും ഒന്നാണ് കിട്ടുക. ചിലപ്പോൾ ഹെഡാവും വരാം, ചിലപ്പോൾ ടെയിലാവും വരാം. അപ്പോൾ അതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത, ആ സാധ്യത എത്ര? ഹെഡ് കിട്ടാനുള്ള ടെയിൽ കിട്ടാനുള്ള സാധ്യത എത്ര? അതെല്ലോ, ആ സാധ്യത എന്ന് പറഞ്ഞ സംഭവം, അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ടാണ് സൂചിപ്പിക്കുക. പ്രോബബിലിറ്റി നമ്മൾ ചോദിക്കുക, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്നാ ചോദിക്കുക. പ്രോബബിലിറ്റി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സാധ്യത എന്നാണ്. സാധ്യത, ആ സാധ്യതയെ ഒരു ന്യൂമറിക്കൽ, ഒരു നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഒരു സംഭവം നടക്കാനുള്ള അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള ആ സാധ്യതയെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുക? ഒരു നമ്പർ ഉപയോഗിച്ച്. മാത്തമാറ്റിക്സിലൊക്കെ നമ്പർ ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുക. ഒരു നമ്പർ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുക. മനസ്സിലായല്ലോ, അതാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട്, ഞാനത് പറയാം. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോയിൻ ടോസ് ചെയ്യുക. ഈ കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇവന്റ് എന്ന് പറയാം. ഒരു ഇവന്റ്, ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഇവന്റ്. അതല്ലോ, ആ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ, അതിൻ്റെ റിസൾട്ടുകൾ. ഞാൻ പറഞ്ഞാൽ റിസൾട്ട് എന്താ? കോയിൻ ടോസ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവത്തിൽ ആ ഇവന്റിലെ ഫലങ്ങൾ, റിസൾട്ടുകൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ഹെഡായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ടെയിലായിരിക്കും. അത് രണ്ടുമാണ് അതിൻ്റെ റിസൾട്ട്. ആ റിസൾട്ട് എന്ന് പറയാം. അപ്പോൾ കോയിൻ ടോസ് ചെയ്ത് എങ്ങനെയൊക്കെ വരാം, ഏതൊക്കെ രീതിയിൽ അത് ആവാം. അതായാലോ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ ഫലം വരിക, ഏതൊക്കെ രീതിയിലാണ് അത് വരിക, ആ ഏതൊക്കെ രീതിയിലാണെന്നുള്ള അതിനാണ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ റിസൾട്ട്. ഇവിടെ നമ്മൾ ആ സംഭവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേം ഔട്ട്കം എന്നാണ്. അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയാം. ഇവന്റും ഔട്ട്കംസ് അല്ലെങ്കിൽ ഔട്ട്കം. ഇതിൻ്റെ മീനിങ് എന്താ? റിസൾട്ട് എന്നാണ് ഉദ്ദേശിക്കുക. അതിൻ്റെ ഫലം എങ്ങനെയെന്നല്ല, റിസൾട്ട്. അപ്പോൾ ഔട്ട്കം ഒന്നുകിൽ എന്തായിരിക്കും, ഹെഡായിരിക്കും, അതാണ് ഒരു ഔട്ട്കം. അല്ലെങ്കിൽ എന്തായിരിക്കും, ടെയിലായിരിക്കും, അത് വേറൊരു ഔട്ട്കം. രണ്ട് രീതിയിലാണ് അതിൻ്റെ ഔട്ട്കം വരാം. ഇവന്റും ഔട്ട്കം. പറഞ്ഞാലോ, ഇനി വേറെ നോക്കൂ. ഒരു എന്താ പറയുക, ഒരു പാത്രത്തിൽ കുറേ 1 മുതൽ 10 വരെ നമ്പറുകൾ എഴുതിയ 1 to 10 നമ്പേഴ്സ് എഴുതിയിട്ടുള്ള സ്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതായത് ആ സ്ലിപ്പുകളിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു സ്ലിപ്പ് നമ്മൾ പുറത്തെടുക്കുക. ഒരു സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, നോക്കാതെ ഒരു സ്ലിപ്പ് പുറത്തെടുക്കണം. ഒരു നറുക്ക് നമ്മൾ എടുക്കണം. ആ നറുക്ക് എടുക്കുമ്പോൾ ആ കിട്ടുന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? കിട്ടുന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കുറേ പാത്രത്തിൽ നറുക്കിട്ടിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, നോക്കാതെ ഒരു നറുക്ക് എടുക്കുക എന്നുള്ളതാണ് എന്ത്, അവിടുത്തെ ഇവന്റ്. അതാണ് ഇവന്റ്. അതായാലോ, അപ്പോൾ അതിൻ്റെ ഒരു നറുക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കംസ് ഏതൊക്കെ രീതിയിൽ വരാം? അതിൻ്റെ ഔട്ട്കം ചിലപ്പോൾ 1 ആയിരിക്കും. ആ കിട്ടുന്ന നമ്പർ ചിലപ്പോൾ 1 ആയിരിക്കും, അതാണ് ഒരു ഔട്ട്കം. ആ കിട്ടുന്ന നമ്പർ ചിലപ്പോൾ 2 ആയിരിക്കും, 2 ആയിരിക്കും. കിട്ടുന്ന നമ്പർ ചിലപ്പോൾ 3 ആയിരിക്കും. കിട്ടുന്ന നമ്പർ ചിലപ്പോൾ 4 ആയിരിക്കും.
അല്ലെ? ചിലപ്പോൾ എന്തായിരിക്കും 10 ആയിരിക്കും. അപ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ട് ഇതിൽ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏത് നമ്പർ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ 1 കിട്ടുക എന്നുള്ളൊരു ഔട്ട്കം, 2 കിട്ടുക എന്നുള്ളത് വേറൊരു ഔട്ട്കം, 3 കിട്ടുക എന്നുള്ളൊരു ഔട്ട്കം, അങ്ങനെ 10 വരെ കിട്ടുക എന്നുള്ള 10 ഔട്ട്കംസ് ഉണ്ട്. ഔട്ട്കംസ് മനസ്സിലായല്ലോ? അപ്പോൾ ആ നറുക്കുകളിൽ നിന്ന് ഒരു നറുക്ക് എടുക്കുക എന്നുള്ളതാണ് ഇവന്റ്. ആ ഇവന്റിന്റെ ഔട്ട്കംസ് എത്ര ഔട്ട്കംസ് ഉണ്ട്? 10 ഔട്ട്കംസ് ഉണ്ട്. ഔട്ട്കംസ്, ആ ടേം മനസ്സിലായല്ലോ അല്ലേ? ഇനി ഈ ഔട്ട്കംസിന് ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും, നടക്കാൻ സാധ്യതയുള്ള ഔട്ട്കംസ് ഉണ്ടാവും, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത ഔട്ട്കംസ് ഉണ്ടാവും. പറഞ്ഞാലോ? ഇപ്പോൾ 10 വരെ നമ്പറുകൾ എഴുതി കഴിഞ്ഞാൽ 10 വരെയുള്ള നമ്പറുകൾ എഴുതിയ സ്ലിപ്പുകളാണ് ഉള്ളെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 100 കിട്ടുക. 100 കിട്ടുമോ? അപ്പോൾ 100 കിട്ടുക എന്നുള്ള ഔട്ട്കം എന്താണ്? അത് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആയി കിട്ടൂലല്ലോ, അതിൽ 10 വരെ ഉള്ളൂ. അപ്പോൾ 100 കിട്ടുക എന്നുള്ളത് എന്താണ്? ഇമ്പോസിബിൾ ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടോ അല്ലേ? 100 കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ഔട്ട്കം മനസ്സിലായല്ലോ? ഇനി ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ അത് ഷുവർ ആയിട്ടുള്ള ഔട്ട്കം. ഏതെങ്കിലും ഒന്ന് കിട്ടും, അത് കിട്ടുമെന്ന് ഷുവറാണ്. അപ്പോൾ ഷുവർ ഔട്ട്കം, ഇമ്പോസിബിൾ ഒരിക്കലും നടക്കാത്ത ഇമ്പോസിബിൾ ഔട്ട്കം, പോസിബിൾ സാധ്യതയുള്ള ഔട്ട്കം, അങ്ങനെയൊക്കെ പറയാം. ഔട്ട്കം, ആ ടേംസ് ഒന്ന് പരിചയപ്പെടുക മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ, ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര, ഈവൻ നമ്പർ കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോബബിലിറ്റി നമ്മൾ എന്തായിട്ട് പറയും? ഒരു നമ്പറായിട്ട് പറയും. ഒരു നമ്പറായിട്ട് പറയണം നമുക്ക്. ആ നമ്പർ, ആ പ്രോബബിലിറ്റി ആയിട്ട് പറയുന്ന നമ്പർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇൻ ബിറ്റ്വീനിലുള്ള ഒരു നമ്പർ ആയിരിക്കും. ആ പ്രോബബിലിറ്റി നമ്മൾ പറയുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത പറയണം. ആ സാധ്യത എന്തായിട്ട് പറയണേ? ഒരു നമ്പറായിട്ട് പറയണം. സാധ്യത ഒരു നമ്പറായിട്ട് നമ്മൾ പറയണം. അപ്പോൾ ആ നമ്പറായിട്ട് പറയുമ്പോൾ സാധ്യത എത്ര ആയിരിക്കണം? സാധ്യത 0ൻ്റെയും 1ൻ്റെയും 0യുടെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള ഒരു നമ്പർ, അല്ലെ? ഇത് രണ്ടും ഉൾപ്പെടെ ആയിരിക്കും. 0 മുതൽ 1 വരെയുള്ള ഒരു നമ്പറാണ് എന്ത് ചെയ്യുക? സാധ്യതയായിട്ട് നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പറയാം. സാധാരണഗതിയിൽ ഈ സാധ്യത നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരും 2/5 അങ്ങനെ വരും ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷനിൽ എപ്പോഴും മുകളിൽ കാണുന്ന നമ്പർ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ മുകളിൽ ചെറുതും താഴെ ഡിനോമിനേറ്ററിൽ വലുതുമുള്ള രൂപത്തിലായിരിക്കും ഇത് വരിക. അപ്പോഴെന്താവുള്ളൂ? അത് <1 ആവുള്ളൂ, 1നേക്കാൾ കുറവാവുള്ളൂ. എപ്പോഴും പ്രോബബിലിറ്റി എന്താ? <1 ആയിരിക്കണം, അല്ലെങ്കിൽ 1 ഓർ ലെസ്. അപ്പോൾ 1 ലെസ്. ഇപ്പോൾ അങ്ങനെ 5/5 വന്നുണ്ടാവുക. 5/5 വന്നു കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം. 5/5 വന്നെന്താ? 1 ആണ്. ഈ ഇവിടെ 4/5 വന്നാൽ 1നേക്കാൾ കുറവായി. അപ്പോൾ കുറവ് വരും, അങ്ങനെ വരും. ഇപ്പോൾ മനസ്സിലായാലോ? അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? പ്രോബബിലിറ്റിനെ എക്സ്പ്രസ് ചെയ്യുക. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മുകളിലുള്ള അതുകൾ മനസ്സിലാക്കണം. എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഒരിക്കലും ഈ ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന നമ്പർ ഈ ഡിനോമിനേറ്ററേക്കാൾ വലുത് വരാൻ പാടില്ല. ഒരിക്കലും വരാൻ പാടില്ല. അതിനേക്കാൾ വലുത് വരാൻ പാടില്ല. ഇനി ഈക്വൽ വലുത് വരാൻ പാടില്ല. മനസ്സിലായി? അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ഫ്രാക്ഷൻ ആയിരിക്കും എന്ത് വരിക? സാധാരണഗതിയിൽ പ്രോബബിലിറ്റി ആയിട്ട് വരിക. അതായത് നമ്മൾ പറയാം പ്രോബബിലിറ്റി ഈസ് എ നമ്പർ ബിറ്റ്വീൻ 0 and 1 മീൻസ് ഇൻക്ലൂഡിങ് 0 and 1. ഓക്കെ ആണല്ലോ? ഇനി വളരെ ഷുവർ, ഉറപ്പായിട്ടും സംഭവിക്കും എന്നുള്ള ഒരു ഇവന്റ് ആണ് ഇരിക്കുക, ഒരു ഔട്ട്കം ആണ് ഇരിക്കുക. അതിന്റെ പ്രോബബിലിറ്റി 1 ആണ്. അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 1 ആണ്. ഷുവർ ആയിട്ടുള്ള ഒരു ഔട്ട്കമിന്റെ പ്രോബബിലിറ്റി ഈസ് 1. അത് എന്താണെന്ന് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താ പറയുക? 0 എന്ന് പറയാം. ഇമ്പോസിബിൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയ ഒരു സ്ലിപ്പ് അടങ്ങിയ ഒരു ബോക്സ്. ആ ബോക്സിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ 100 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 100 ഒരിക്കലും കിട്ടൂല. അത് ഇമ്പോസിബിൾ ആണ്. ഒരിക്കലും അത് കിട്ടുക എന്ന് ഉറപ്പാണ്. ശരിയല്ലേ? അപ്പോൾ 100 കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് ആ 100 കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോബബിലിറ്റി എന്ത് പറയും? പ്രോബബിലിറ്റി ഈസ് 0. മനസ്സിലായല്ലോ? ഇനി പിന്നെ നമ്മൾ പറയാം അതിന് ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഈവൻ നമ്പർ കിട്ടും. 1 മുതൽ 10 വരെ എഴുതിയ നമ്പറുകളിൽ എന്തുണ്ട്? കുറേ ഈവൻ നമ്പറുകളുണ്ട്. അപ്പോൾ അതിന് എടുക്കുന്ന നമ്പർ എന്താണ്ട്? ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അവിടെ ഈവൻ നമ്പർ കിട്ടുക എന്നുള്ളത് എന്താണ്? ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഔട്ട്കമാണ്. പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. പറഞ്ഞാലോ? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കമാണ് എന്ത്? അതിന് 15 കിട്ടുക, അല്ലെങ്കിൽ അതിന് 100 കിട്ടുക എന്നുള്ളതാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവന്റ് ആണ്. ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്തായിട്ട് പറയണം? എന്ത് പറയണം? അത് 0 ആയിട്ടാണ് എന്ത് ചെയ്യുക? പറയാ. ഇനി ഷുവർ ആയിട്ടുള്ള ഇവന്റ് ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? 1. അത് എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതേ കിട്ടുള്ളൂ. അത് ഷുവർ ആണ്, നോ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? 1. അതാണ് മാക്സിമം. ശരിയല്ലേ? ഒരിക്കലും നടക്കില്ല തോന്നുകയാണെങ്കിൽ 0. ഉറപ്പായിട്ടും അതേ വരുള്ളൂ തോന്നി കഴിഞ്ഞാൽ അതെന്തായി? അതിന്റെ പ്രോബബിലിറ്റി എന്തായി? 1. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ളതാണ് അതിന്റെ ബാക്കി. അതാണ് 0ൻ്റെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീൻ എന്ന് പറയാനുള്ള
കാരണം പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ ബിറ്റ്വീൻ 0 ആൻഡ് 1. അത് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ രണ്ട് കോയിനുകൾ ഒരേ സമയം ടോസ് ചെയ്യാം. 2 കോയിൻസ് ഒരേ സമയം എന്ത് ചെയ്യാണ്? ടോസ് ചെയ്യാം. മനസ്സിലായല്ലോ. 2 കോയിനുകൾ ഒരേ സമയം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ഔട്ട്കംസ്? അപ്പോൾ 2 കോയിനുകൾ ഒരേ സമയം എന്നുള്ള എന്താ ഇംഗ്ലീഷ് പറയാ? സൈമൾട്ടേനിയസ്ലി. വി ആർ ടോസിങ് 2 കോയിൻസ് സൈമൾട്ടേനിയസ്ലി. ടോസിങ് 2 കോയിൻസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് 2 കോയിനുകൾ എന്ത് ചെയ്യുന്നു? ടോസ് ചെയ്യുന്നു. ആ 2 കോയിനുകൾ എന്ത് ചെയ്യുന്നു? താഴെ വീഴുന്നു. അപ്പോൾ കിട്ടുന്ന ഇതെന്താ നമ്മൾ നോക്കുക. പറഞ്ഞാലോ. അപ്പൊ അങ്ങനെ അതാണ് ഇവന്റ്. ഈ ഇവന്റിന്റെ ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും? വാട്ട് ആർ ദ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദിസ് ഇവന്റ്സ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരുന്നത്. അപ്പോൾ ആ ഹെഡ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? എച്ച് കൊണ്ട് സൂചിപ്പിക്കാം. എച്ച് കൊണ്ടാണ് സൂചിപ്പിക്കുക. ടെയിൽ എന്നുള്ളതിനെ ടി കൊണ്ടും എന്ത് ചെയ്യാം? സൂചിപ്പിക്കാം. ഹെഡും ടെയിലും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 കോയിനുകൾ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്കംസ് എന്തൊക്കെ വരാം? ആദ്യത്തെ കോയിനിൽ ഹെഡ് വരും, രണ്ടാമത്തെ കോയിനിലും ഹെഡ് വരാം. അങ്ങനെ വരാമല്ലോ. ഇതാണ് ഒരു ഔട്ട്കം. 2 കോയിനുകൾ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ രണ്ടിലും എന്ത് ചെയ്യുക? ആദ്യത്തതിലും ഹെഡ്, രണ്ടാമത്തതിലും ഹെഡ്. ശരിയല്ലേ? അപ്പോൾ എച്ച് നമുക്ക് തരും. ഇതാണ് ആദ്യത്തെ ഒരു ഔട്ട്കം. അങ്ങനെ വരാമല്ലോ. വരാം. പിന്നെ എങ്ങനെ വരാം? ആദ്യത്തത് ടെയിൽ വരാം, രണ്ടാമത്തതും ടെയിൽ വരാം. ആദ്യത്തതും രണ്ടാമത്തതും ടെയിൽ വരാം. അങ്ങനെ വരാമല്ലോ. ഇതാണ് രണ്ടാമത്തെ മറ്റൊരു ഔട്ട്കം. ഇതായാലോ മറ്റൊരു റിസൾട്ട്. ഇനി മൂന്നാമതായിട്ട് എങ്ങനെ വരാം? വേറെ രൂപത്തിൽ എങ്ങനെ വരാം? ആദ്യത്തെ കോയിനിൽ ഹെഡ് വരാം, രണ്ടാമത്തെ കോയിനിൽ ടെയിൽ വരാം. ആണോ? ഇതാണ് തേർഡ് ഔട്ട്കം. വേറൊരു ഔട്ട്കം. ശരിയല്ലേ? ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ വരാൻ പറ്റും. ആദ്യത്തെ കോയിനിൽ ടെയിൽ വരാം, രണ്ടാമത്തെ കോയിനിൽ എന്ത് വരാം? ഹെഡ് വരാം. ആണോ? ഇങ്ങനെ വരാം. അങ്ങനെ വന്നൂടെ? അങ്ങനെയും വരാം. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ വരാൻ പറ്റുമോ? ആലോചിച്ചിട്ട് രണ്ടും ഹെഡ് വരാം. അങ്ങനെ വരാം. രണ്ടും ടെയിൽ വരാം. ശരിയല്ലേ? രണ്ടും ടെയിൽ വരാം. ആദ്യത്തത് ഹെഡും രണ്ടാമത്തത് ടെയിലും വരാം. ആദ്യത്തത് ടെയിലും രണ്ടാമത്തത് ഹെഡും വരാം. അങ്ങനെ ഈ 4 രൂപത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇതിന്റെ ഔട്ട്കം. അപ്പോൾ ആ 2 കോയിനുകൾ, ഇഫ് യു ആർ ടോസിങ് 2 കോയിൻസ് സൈമൾട്ടേനിയസ്ലി, ദ പോസിബിൾ ഔട്ട്കംസ് ആർ ഹെഡ്, ടെയിൽ, ടെയിൽ, ഹെഡ്. ഇങ്ങനെയാണ് ഈ 4 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ആകെ എത്ര ഔട്ട്കംസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ 1 2 3 4. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈസ് ഈക്വൽ ടു 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 4 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ 2 കോയിനുകൾ ഒരേ സമയം ടോസ് ചെയ്താൽ രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹെഡ്? രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഹെഡ്സ്? ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹെഡ്സ്. രണ്ടും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതായത് അപ്പൊ നമ്മൾ കുറെ ഔട്ട്കംസ് ഉണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് പറയും, ഇന്നമാതിരി വരണം എന്ന് പറയും. അങ്ങനെ വരുന്ന നമ്മൾ ഏത് രൂപത്തിലാണോ പറയണത് ആ ഔട്ട്കത്തിന് നമ്മൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയും. എന്താ പറയാ? ഫേവറബിൾ ഔട്ട്കം. നമ്മൾ എന്താണോ ഏത് രീതിയിൽ വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ഔട്ട്കമിന് എന്ത് പറയാം? ഫേവറബിൾ ഔട്ട്കം എന്ന് പറയാം. അപ്പൊ നമ്മൾ 1 മുതൽ 10 വരെ കോയിൻസ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ചെയ്ത സ്ലിപ്പുകൾ, ആ സ്ലിപ്പിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഒരു ഈവൺ നമ്പർ കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആവുക എന്നുള്ളതാണ് ഫേവറബിൾ ഔട്ട്കം. എന്തായാലും ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആവുക. ഈവൺ നമ്പർ ആയ ഫേവറബിളായി, ഓഡ് നമ്പർ ആയ ഫേവറബിൾ അല്ല. ഈവൺ നമ്പർ കിട്ടിയാൽ ഫേവറബിൾ ഔട്ട്കം ആണ്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് വരുന്നത്. അതല്ലാതെ ഈ ഓഡ് നമ്പർ കിട്ടിയാൽ എന്താ? ഫേവറബിൾ അല്ല. അതേപോലെ ഇവിടെ രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി വെച്ചാൽ രണ്ടും ഹെഡ് ആവുക എന്നുള്ളതാണ് ഫേവറബിൾ ഔട്ട്കം. രണ്ടും ഹെഡ് അല്ലാത്ത കേസൊക്കെ എന്താണ്? ഫേവറബിൾ അല്ലാത്ത ഔട്ട്കംസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ അപ്പോൾ ഇവിടെ എത്ര ഇതിൽ ടോട്ടൽ ഔട്ട്കംസ് 4, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 4. അതിൽ ഫേവറബിൾ ഔട്ട്കംസ് ആണ് രണ്ടും ഹെഡ് ആവുക എന്നുള്ളതാണ് ഫേവറബിൾ ഔട്ട്കം. അങ്ങനത്തെ എത്ര ഉണ്ട്? രണ്ടും ഹെഡ് ആയിട്ട് വരെ എത്ര ഉള്ളൂ? ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്ര ഉള്ളൂ? രണ്ടും ഹെഡ് ആയിട്ട് വരെ എത്ര മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്? 1 ആണ്.
ഇനി പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ പറയാം എങ്ങനെയാണ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ഇതാണ് പ്രോബബിലിറ്റി. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത് എത്ര എണ്ണം ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അനുകൂല ഫലം എന്നാ പറയാം, അനുകൂലമായിട്ടുള്ള എത്ര ഉണ്ട്, അനുകൂലമായിട്ടുള്ള നമ്മൾ എന്താണോ പറയുന്നത് ആ രീതിയിൽ അത് എത്ര അതിന്റെ എണ്ണം ബൈ ടോട്ടൽ ഔട്ട് 1 2 3 4 ടോട്ടൽ ഔട്ട്കംസ് 4 ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്ര 1 ആണ് ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 4 ആണ്. Therefore the probability of getting both head is 1/4. Probability of getting both head is 1/4. അപ്പോൾ ഈ പ്രോബബിലിറ്റി പറയുമ്പോൾ ഒരു നമ്പർ ആയിട്ടാണ് പറയുക. ഈ 1/4 എന്ന് പറയുന്ന നമ്പർ എന്താണ്? 0ക്കും 1നും ഇൻ ബിറ്റ്വീനുള്ള ഒരു നമ്പർ ആണ്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആണ്. ശരി, ഇത് എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത്? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. നോക്കൂ, ഒരു 1 മുതൽ നമ്മൾ നേരത്തെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയ ഒരു ബോക്സ്. ഈ ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്പർ നോക്കാതെ ഒരു നമ്പർ ഒരു സ്ലിപ്പ് എടുക്കണം. ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഇതിൽ നിന്ന് ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? എങ്ങനെ നമ്മളത് പറയാം? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എടുക്കുന്ന നമ്പർ 1 ആവാം ഒരു ഔട്ട്കം, എടുക്കുന്ന നമ്പർ 2 ആവാം രണ്ടാമത്തെ ഔട്ട്കം, എടുക്കുന്ന നമ്പർ 3 ആവാം അല്ലെ? അങ്ങനെ 1 മുതൽ 10 വരെയുള്ള ഏത് നമ്പർ നമുക്ക് കിട്ടാം അല്ലെ? അപ്പോൾ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 10 ആണ്. ആണോ? അപ്പോൾ അതാണ് ഡിനോമിനേറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് എന്ത് ചെയ്യുക? അതാണ് ഡിനോമിനേറ്ററിൽ വരിക. ഇനി നമുക്ക് ഫേവറബിൾ ഔട്ട്കംസ് നമ്മൾ എന്താ പറഞ്ഞത്? ആ കിട്ടുന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആവുന്നതാണ്. അപ്പോൾ നോക്കാം അതിൽ എത്ര ഈവൺ നമ്പർ? 1 2 3 4 5 6 7 8 9 10 ആണോ? ഈ 10 നമ്പേഴ്സിൽ 1 2 3 4 5 എത്ര നമ്പേഴ്സ് ഈവൺ ആണ്? 5 നമ്പേഴ്സ് ഈവൺ ആണ്. ആ ടോട്ടൽ ഔട്ട്കംസ് 10 ആണ്. അതിൽ 5 ഔട്ട്കംസ് എന്നാണ്. ഇത് 2 കിട്ടിയാലും ഫേവറബിൾ ആണ്, 4 കിട്ടിയാലും ഈവൺ ആണ്, ഫേവറബിൾ ആണ്, 6 കിട്ടിയാലും ഈവൺ ആണ്, അതുകൊണ്ട് ഫേവറബിൾ ആണ്, 8 കിട്ടിയാൽ ഈവൺ ആണ്, ഫേവറബിൾ ആണ്, 10 കിട്ടിയാലും ഈവൺ ആണ്, ഫേവറബിൾ ആണ്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം എത്ര ഉണ്ട്? 5 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5/10 ആണ് എന്ത് വരിക? ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി വരിക. The probability of getting an even number is equal to എന്താ വരിക? 5/10. ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇത് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻസ് ആകുമ്പോൾ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഏറ്റവും സ്മോളസ്റ്റ് ഫോമിൽ എഴുതാൻ പറ്റും. 5/10 പറഞ്ഞാൽ 5ൽ 1 5 ഇവിടെ 2 എന്താ വരിക? 1/2 ആണ്. 1/2 ആണ് ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. പറഞ്ഞാലോ? വീണ്ടും ഇവിടേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 2 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്തു. 2 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിൽ ഒന്നെങ്കിലും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ്. രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 1/4 പറഞ്ഞു. 1/4 ആണ് ശരിയല്ലേ? ഇനി ഒന്നെങ്കിലും ഹെഡ് ആവാനുള്ള ഒന്നെങ്കിലും ഹെഡ് വരണം. അതിൽ ആ 2 എണ്ണം വരുന്നതിൽ ഒന്നെങ്കിലും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് പറഞ്ഞാലോ? അപ്പോൾ നമ്മൾ അതിന് എങ്ങനെ പ്രോബബിലിറ്റി ചെയ്താൽ നോക്കൂ. പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇവിടെ 1 2 3 4 ഇതാണ് 4 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അത് താഴെ എഴുതാം ശരിയല്ലേ? ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഏതെങ്കിലും ഒന്നെങ്കിലും എന്താവണം? ഒന്നെങ്കിലും ഹെഡ് ആവണം. ഒന്നെങ്കിലും ഹെഡ് നോക്കൂ. ഇതിൽ ഒന്നെങ്കിലും ഹെഡ് ഉണ്ടോ? ഹെഡ് ഉണ്ട്. ഇതിൽ ഹെഡ് ഉണ്ടോ? ഇതിൽ ഹെഡ് ഇല്ല. ഇതിൽ 1 ഹെഡ് അല്ലേ? ആണോ? ഇതിൽ 1 ഹെഡ് അല്ലേ? ആദ്യത്തെ രണ്ടാമത്തെ ഇതിൽ ഒന്നെങ്കിലും ഹെഡ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒന്നെങ്കിലും ഹെഡ് ഉണ്ടോ? ഉണ്ട്. ഇതിൽ ഒന്നെങ്കിലും ഹെഡ് ഉണ്ടോ? ഇല്ല. ഇതിൽ ഒന്നെങ്കിലും ഹെഡ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിലും ഹെഡിൽ എത്ര ഉണ്ട്? 1 2 3. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ വരുന്ന എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 2 3 3 എണ്ണം ഉണ്ട് ശരി. അപ്പോൾ ഒന്നെങ്കിലും ഹെഡ് വരുന്നത് എത്ര ഉണ്ട് നോക്കുക. എത്ര ഉണ്ട്? 3 ഉണ്ട്. 3 ആണല്ലേ? അപ്പോൾ 3/4 ആണ് എന്തിനുള്ള പ്രോബബിലിറ്റി? ഒന്നെങ്കിലും ഹെഡ് കിട്ടാനുള്ള സാധ്യത. അതിനുള്ള പ്രോബബിലിറ്റി 3/4 ആണ്. പറഞ്ഞാലോ? രണ്ടും ഹെഡ് കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി 1/4 ആണ്. രണ്ടും ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തിനായിരിക്കും? അത് 1 ഉള്ളു. അതും എന്തിനായിരിക്കും വരിക? അതും 1/4 ആണ് വരിക. ഒന്നെങ്കിലും ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ഒന്നിലെങ്കിലും ഹെഡ് വേണം. ഒന്നെങ്കിലും ഹെഡ് ഇവിടെ 2 ഹെഡാണ് കുഴപ്പമില്ല. ഇവിടെ ഒറ്റ 1 ഹെഡ് ഇല്ല. അപ്പോൾ ഇത് പറ്റില്ല.
ഇവിടെ ഒന്ന് ഹെഡ് ഉണ്ട്, ഇവിടെ ഒന്ന് ഹെഡ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒന്നെങ്കിലും ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താ വരിക? 3/4 ആണ്. ഒന്നെങ്കിലും ടെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയോ? ഒന്നെങ്കിലും ടെയിൽ ആവാനുള്ള പ്രോബിലിറ്റി വരുമ്പോൾ നോക്കൂ, ഇവിടെ ടെയിൽ ഉണ്ട്, ഇവിടെ ടെയിൽ ഉണ്ട്, 2 ഇവിടെ 2 ടെയിൽ ഉണ്ട്, ഓക്കെയാണ്, ഇതും പറ്റും അല്ലേ? ഇതിലില്ല ഉണ്ടോ? അപ്പോൾ എത്ര ഉണ്ട്? ഒന്നെങ്കിലും ടെയിൽ വരുന്നത്, ഒന്നെങ്കിലും ടെയിൽ വരുന്നത് 3 ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു പ്രോബിലിറ്റി എന്താ വരിക? ഒന്നെങ്കിലും ടെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയും 3/4 ആണ് വരിക. എപ്പോഴും പ്രോബിലിറ്റി എഴുതുമ്പോൾ മുകളിൽ ചെറിയ നമ്പറും താഴെ എന്ത് വരും? വലിയ നമ്പറാണ് എന്ത് ചെയ്യേണ്ടത് വരേണ്ടത്. അത് മാർക്ക് ചെയ്ത് ഒരിക്കലും മാർക്ക് ചെയ്ത് കുട്ടികൾ ചിലപ്പോൾ എക്സാമിനെ കുഞ്ഞ് വലിയ ഇതൊക്കെ വരാം, അങ്ങനെയൊക്കെ വരുമ്പോൾ 25/60 ഇങ്ങനെയൊക്കെ പ്രോബിലിറ്റി, അങ്ങനെ ഒരിക്കലും പ്രോബിലിറ്റി വരില്ല. മുകളിൽ ഒരിക്കലും വലിയ നമ്പർ വരില്ല, ന്യൂമറേറ്ററിൽ വലിയ നമ്പർ വരില്ല. ഇത് 1 കൂടുതലാവും അങ്ങനെ വന്നാൽ. അപ്പോൾ ന്യൂമറേറ്ററിൽ ചെറിയ നമ്പറും ഡിനോമിനേറ്ററിൽ വലിയ നമ്പറും വരുന്ന രൂപത്തിലാണ് പ്രോബിലിറ്റി വരിക. ഇങ്ങനെ നമ്പർ ഒരിക്കലും എന്ത് ചെയ്യില്ല, കിട്ടൂല. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സാധ്യതയെ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുകയാണ്? ഒരു ന്യൂമറിക്കൽ ടേംസിൽ ഒരു നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാണ്. ആ നമ്പർ എന്തായിരിക്കും? 0 മുതൽ 1 വരെയുള്ള ഒരു നമ്പർ, അതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അത് സാധാരണ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് പറയാൻ നമ്മൾ പറഞ്ഞു. എന്താണ് ഇവന്റ്, എന്താണ് ഔട്ട്കം, എന്താണ് ഫേവറബിൾ ഔട്ട്കം, എന്താണ് ഷുവർ, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടോ, ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നോക്കാം. ഒരു ബോക്സിൽ 4 ബ്ലാക്ക് ബോൾസും 6 വൈറ്റ് ബോൾസും ഉണ്ട്. ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ എന്തുണ്ട്? 4 ബ്ലാക്ക് ബോൾസും 6 വൈറ്റ് ബോൾസും ഉള്ള ഒരു ബോക്സ്. മനസ്സിലായാലോ? ആ ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കാതെ കണ്ണടച്ചിട്ട് ആ ബോക്സിൽ നിന്ന് ഒരു ബോൾ പുറത്തെടുക്കുക, ഒരു ബോൾ എടുക്കണം. ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോള് ഒരു ബ്ലാക്ക് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? അങ്ങനെ ചോദിക്കണം. മനസ്സിലായാലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? അതിന്റെ ഇവന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ പുറത്തെടുക്കുക, അതാണ് ഇവന്റ്. മനസ്സിലായാലോ? without we are taking a ball without looking, that is event. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ വരാം? ആദ്യം എടുക്കേണ്ടത് ഇത് നോക്കുക. ഇതിൽ 4 ബ്ലാക്ക് ബോൾസും 6 വൈറ്റ് ബോൾസും അല്ലേ? അപ്പോൾ എടുക്കണ ആദ്യത്തേത് ബ്ലാക്ക് ആവാം, രണ്ടാമത്തത് ബ്ലാക്ക് ആവാം, മൂന്നാമത്തെ ബ്ലാക്ക് കിട്ടാം, നാലാമത്തെ ബ്ലാക്ക് കിട്ടാം, ശരിയല്ലേ? പിന്നെ 5ാമത്തെ അടുത്ത വൈറ്റ് കിട്ടാം, അടുത്തത് വൈറ്റ് കിട്ടാം. അങ്ങനെ 6 പ്രാവശ്യം വൈറ്റും കിട്ടാം, 4 പ്രാവശ്യം എന്തും കിട്ടാം, ബ്ലാക്കും കിട്ടാം, ശരിയല്ലേ? അപ്പൊ ടോട്ടൽ എത്ര രീതിയിൽ അത് കിട്ടും? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര വരിക? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 10 ആണ് എന്ന് പറഞ്ഞാൽ അതിലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിന്റെ എണ്ണമാണ് എന്ത്? 10 എന്ന് പറഞ്ഞത്, ശരിയല്ലേ? ഇനി നമുക്ക് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി പറയുമ്പോൾ ഇതിൽ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? 4 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 4 ആണ്. നമുക്ക് ഇതിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ ഇവന്റ്. അപ്പോൾ എടുക്കുന്നത് ബ്ലാക്ക് ആവണം. ഇപ്പൊ എത്ര എണ്ണം ബ്ലാക്ക്? ആദ്യം എടുക്കുന്നത് ബ്ലാക്ക് വരാം, അപ്പോൾ ഒരു ഔട്ട്കം. രണ്ടാമത്തത് ബ്ലാക്ക് വരാം, മൂന്നാമത്തെ ബ്ലാക്ക് കിട്ടാം, നാലാമത്തെ അപ്പൊ 4 പ്രാവശ്യം നമുക്ക് എന്ത് കിട്ടാം? ബ്ലാക്ക് കിട്ടാം, ശരിയല്ലേ? അപ്പൊ അങ്ങനെ പ്രോബിലിറ്റി വരുമ്പോൾ ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ 4/10 ആണ് എന്ത്? ഇതിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 10 ആണ്. ബ്ലാക്ക് ബോൾസിന്റെ എണ്ണം 4 ആയതുകൊണ്ട് 4/10 ആണ് എന്ത് വരിക? ആ ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇത് റെഡ്യൂസ് ചെയ്താൽ എന്താ കിട്ടുക? 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ എന്ത് വരും? 5 വരും. അപ്പൊ 2/5 ആണ് എന്ത്? ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 10 ആണ്. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ശരിയല്ലേ? ഇനി അതിൽ നിന്ന് കിട്ടുന്ന എന്തായാലും ഒരു ബ്ലാക്ക് ആവുന്ന ബ്ലാക്ക് ആവാൻ 6 തവണ അത് ബ്ലാക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം 6 വൈറ്റ് 6 തവണ അത് വൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ട്? 6 വൈറ്റ് ബോൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഫേവറബിൾ ഔട്ട്കമ്മിന്റെ എണ്ണം, വൈറ്റ് ബോൾസിന്റെ എണ്ണം 6. അപ്പൊ 6/10 ഇതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/5 ആണ് എന്തിനുള്ള പ്രോബിലിറ്റി? ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 2/5 ആണ്. 2/5 ആണ്. ഒരു ബ്ലാക്ക് കിട്ടാൻ കേട്ടോ, വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 3/5 വരും. അങ്ങനെ വരും. പറഞ്ഞാൽ പ്രോബിലിറ്റി കാണുന്ന എഴുതുന്ന മനസ്സിലായല്ലോ? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ഇതിൽ ബോൾസിന്റെ എണ്ണം വെച്ച് പറഞ്ഞാൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് നമുക്ക് അത് താഴെ എഴുതുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബോൾ എത്ര ഉണ്ട് വെച്ചാൽ അത് മുകളിൽ എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള പ്രോബിലിറ്റി വരും. ഓക്കെ അല്ലേ?
ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ള. ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഈ ബ്ലാക്കും വൈറ്റും ബോൾസ് ഉള്ള ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റെഡ് ബോൾ കിട്ടുക എന്നുള്ള ഔട്ട്കം എന്താണ്? അത് ഇമ്പോസിബിൾ ആണ്. അത് ഇമ്പോസിബിൾ ആണ്, ശരിയല്ലേ? അതുകൊണ്ട് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0. ഇമ്പോസിബിൾ ഔട്ട്കം ആണ്. അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? അത് 0 ആണ് വരിക, ശരിയല്ലേ? ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. നാലാമത്തെ ചോദിക്കാം, ഇതിൽ നിന്ന് കിട്ടുന്ന ബോൾ ഒന്നുകിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്തർ എ ബ്ലാക്ക് ഓർ എ വൈറ്റ് ബോൾ? കേട്ടോ, ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു വൈറ്റോ ബോൾ ആവാനുള്ള, ഒന്നുകിൽ ബ്ലാക്ക് ആയാൽ മതി അല്ലെങ്കിൽ വൈറ്റ്, അതിനുള്ള പ്രോബബിലിറ്റി എത്ര? അത് എടുക്കുമ്പോൾ എന്തായാലും ഒന്നുകിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആണ് കിട്ടുക, ശരിയാണോ? ഇതിലാകെ വൈറ്റും വൈറ്റും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് എടുക്കുന്ന ഒരു ബോൾ ഒന്നുകിൽ എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റ്. അപ്പൊ ഷുവറായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരാം. അത് ഷുവറാണ്. ഒരു വൈറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലാക്കോ മാത്രമേ എന്തേ ഉള്ളൂ ഇതിന്ന് കിട്ടുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് എന്താണ്, ഒരു ബ്ലാക്കോ ഒരു വൈറ്റോ കിട്ടാനുള്ള പ്രോബബിലിറ്റി വെച്ചാൽ എന്താണ്? അത് ഷുവർ ഔട്ട്കം ആണ്. അതുകൊണ്ട് അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി 1. അപ്പൊ കിട്ടുന്നത് ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ആവാനുള്ള പ്രോബബിലിറ്റി, അതൊരു ഷുവർ ഔട്ട്കം ആയതുകൊണ്ട് അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? 1 ആണ് വരിക. ഇനി ഇതിൽ ഇവിടെ നോക്കൂ, ഇതിൽ ചിലപ്പോൾ ഒരു 3 റെഡ് ബോൾസും കൂടി ഉണ്ടെന്നില്ല ആണോ? ഒരു 3 റെഡ് ബോൾസും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു വൈറ്റോ ആവാനുള്ള പ്രോബബിലിറ്റി വെച്ചപ്പോൾ എന്താ പറയാ? അപ്പോൾ അവിടെ നോക്കാം, ആകെ എത്ര ബോൾസ് ഉണ്ട്? 4ഉം 6ഉം 10, 10ഉം 3ഉം 13 ബോൾസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ 13 ആണ്. അപ്പോൾ 13 ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 13 ആണ്. ഇനി എടുക്കണ ഒരു ബോള് ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ബ്ലാക്കും വൈറ്റുമായിട്ട് എത്ര പേരുണ്ട്? 4 ബ്ലാക്കും പേരുണ്ട്, 6 എത്ര പേരുണ്ട്? വൈറ്റ്. അപ്പൊ 6 4 കൂടി ചേർത്തത് എത്രയായി? 10 ആയി. 10 എന്ന് പറയുമ്പോൾ അപ്പോൾ ബ്ലാക്കോ വൈറ്റോ ആയിട്ടുള്ളത് 10 ഉണ്ട്. 10/13 ആണ് ഇത് വരിക. ഇതിൽ ഒരു ബ്ലാക്കോ വൈറ്റോ ആവാനുള്ള പ്രോബബിലിറ്റി. ഇതിൽ സാധനം ഇല്ലെങ്കിലോ ആകെ എണ്ണം 10. ബ്ലാക്കോ വൈറ്റോ വരുന്നത് എന്താ? 10/10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഷുവർ ആണ് ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു വൈറ്റോ കിട്ടുള്ളൂ. അതുകൊണ്ട് ഷുവർ ഇവന്റ് ആണ്. അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? 1 ആണ്. 10/10 എന്ന് പറഞ്ഞാൽ 1. എന്തായാലും ഇതിൽ വേറെയും കൂടി ബോൾസ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? അതിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഷുവർ എന്താണെന്നുള്ളതും അതേപോലെ ഇമ്പോസിബിൾ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതിങ്ങനെ ഒരു പുതിയ ടോപ്പിക്കാണ്. ഞങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേറെ പഠിക്കും. അപ്പോൾ നമ്മളതിൻ്റെ ചെറിയൊരു തുടക്കമാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ കുറേ എക്സാമ്പിളുകൾ ചെയ്ത് അത് നല്ലപോലെ ക്ലിയർ ആകും. വളരെ സിമ്പിളാണ്, ഒന്നുമില്ലത് കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അടുത്തത് ഇപ്പോൾ നോക്കൂ, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ് ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ്. ഈ വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും ഒരു ചെറിയ സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോ സ്ലിപ്പിൽ ഓരോ ലെറ്റർ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഒരു ബോക്സിൽ ഇടാണ്. പറഞ്ഞാലോ, ഈ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും ഓരോ ലെറ്റർ എന്ത് ചെയ്യാണ്? ഒരു സ്ലിപ്പിൽ എഴുതിയിട്ട് അങ്ങനെ കുറേ സ്ലിപ്പുകളാക്കിയിട്ട് ആ സ്ലിപ്പുകൾ ഒരു ബോക്സിൽ ഇടാണ്. എന്തായാലും ഞാൻ ബോക്സിൽ നിന്ന് നമ്മൾ നോക്കാതെ എന്ത് ചെയ്യാണ്? ഒരു സ്ലിപ്പ് എടുക്കുകയാണ്. ആ സ്ലിപ്പ് അപ്പൊ നോക്കാതെ അതിൽ നിന്നൊരു സ്ലിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ആ ബോക്സിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ നിന്നൊരു സ്ലിപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവന്റ്. എന്തായാലും അതിൽ നിന്ന് നോക്കാതെ ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലിപ്പിലുള്ള ലെറ്റർ ഓരോരോ പ്രോബബിലിറ്റി, ഒരു ലെറ്റർ ഒരു എം ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? ആ സ്ലിപ്പിൽ എം എന്ന് പറഞ്ഞ ലെറ്റർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ലെറ്റർ എം? ഗെറ്റിംഗ് ദ ലെറ്റർ എം. ഓക്കെ, അപ്പൊ നമ്മുടെ എങ്ങനെ പ്രോബബിലിറ്റി അറിയാം? അവിടെ നോക്കൂ, ഇതിലുള്ള എം ഒരു സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെ? എ ഒരു സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ടാവും, ടി എന്നുള്ളത് വേറെ സ്ലിപ്പിലാണ്, എച്ച് എന്നുള്ള ഒരു സ്ലിപ്പിൽ, ഇ എന്നുള്ളൊരു സ്ലിപ്പ്, വീണ്ടും എം ഉണ്ടപ്പോൾ വീണ്ടും ഒരു സ്ലിപ്പിൽ എം എടാ, എ പിന്നെയും ടി. അങ്ങനെ ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും സ്ലിപ്പുകളിൽ നമ്മൾ എന്ത് ഉണ്ടാവും? ഈ ലെറ്റേഴ്സ് ഒക്കെ ഓരോ പ്രാവശ്യം എഴുതിയിട്ട് ഇട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഇതിന് എം കിട്ടാം, എ കിട്ടാം, ഈ ടി കിട്ടാം, ഈ എച്ച് കിട്ടാം, ഈ കിട്ടാം, ഈ എം കിട്ടാം, ഇതിൽ എല്ലാം കിട്ടാം. അപ്പൊ ആകെ ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? 11 ആണ്. ആകെ 11. അതിനൊരു നറുക്ക് എടുത്തു കഴിഞ്ഞാൽ, അതിനൊരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് 11 രീതിയിൽ കിട്ടാം. നമുക്ക് 11 രീതിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ എം ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ ഈ എ ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ ഈ ടി കിട്ടാം, ചിലപ്പോൾ ഈ എച്ച് കിട്ടാം, ചിലപ്പോൾ ഈ ഇ കിട്ടാം. ആണോ? അങ്ങനെ ഈ 11 ലെറ്റേഴ്സും മാറി നമുക്ക് കിട്ടാം, ഏത് വേണമെങ്കിൽ കിട്ടാം. അപ്പൊ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 11 ആണ്. പറഞ്ഞു മനസ്സിലാണോ?
ഇനി എം ഒരു കിട്ടുന്ന ലെറ്റർ എം ആവാനുള്ള പ്രോബിലിറ്റി ആണ്. ഇതിൽ എത്ര എം ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ഇതിൽ ഈ എം കിട്ടിയാലും ഫേവറബിൾ ആയി അല്ലെ, ഈ എം കിട്ടിയാലും എന്തായി ഫേവറബിൾ. അപ്പൊ എത്ര എം ഉണ്ട്? ദർ ആർ 2 എംസ്. therefore നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്താണ്? 2 ആണ്. 2 ആണ്. 2 എം ഉള്ള 2. അപ്പോൾ അതുകൊണ്ട് എം കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എം ഈസ് 2/11. ഇതാണ് എം കിട്ടാനുള്ള പ്രോബബിലിറ്റി. പറഞ്ഞു മനസ്സിലാണോ? ഇതിലുള്ള ആകെ ലെറ്റേഴ്സിന്റെ എണ്ണമാണ് ഡിനോമിനേറ്റർ വരില്ല. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെറ്റർ ഏതാണോ ആ ലെറ്റർ എം ആണ്. എം എത്ര ഉണ്ട്? ദർ ആർ 2 എംസ്. therefore ഫേവറബിൾ ഔട്ട്കംസിന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. 2/11 ആണ് ഇതുവരെ പ്രോബബിലിറ്റി വരിക. ഓക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ഇതിൽ നിന്ന് കിട്ടുന്ന ലെറ്റർ ഇസഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? സെഡ് എന്ന് പറയുന്ന ലെറ്റർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? പ്രോബബിലിറ്റി തരാം. ദർ ആർ നോ ഇസഡ്സ് അല്ലേ? അപ്പൊ എന്താ പ്രോബബിലിറ്റി? ആ ഒരു സെഡ് കിട്ടുക എന്നുള്ള ഔട്ട്കം എന്താണ്? അത് ഇമ്പോസിബിൾ ഇവന്റ് ആണ്. therefore the probability is 0. ഒരിക്കലും അത് നടക്കൂല. അതുകൊണ്ട് പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. ശരിയല്ലേ? അതാണ് ഇമ്പോസിബിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ കിട്ടുന്ന ലെറ്റർ ഒരു വവ്വൽ ആവാനുള്ള പ്രോബബിലിറ്റി. വവ്വൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ അല്ലേ? വവ്വൽ ഉണ്ടോ? ഇതിൽ ഉള്ള ലെറ്റേഴ്സ് എഴുതി ഒരു സ്ലിപ്പുകൾ എന്ത് ചെയ്യുക? ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ നോക്കാതെ ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലിപ്പിൽ ഉള്ള ലെറ്റർ ഒരു വവ്വൽ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വവ്വൽ? എന്താണ് എങ്ങനെ പറയാ? നോക്കൂ, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 11 ആണ് താഴെ ഇത് അല്ലേ? ഈ 11 എങ്ങനെ കിട്ടി നമ്മൾ മനസ്സിലായല്ലോ? ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അതാണ് എന്ത് ചെയ്യുക? 11 വരിക. ഇനി ഇതിൽ എത്ര വവ്വൽസ് ഉണ്ട് ഇപ്പം നോക്കണം നമ്മൾ. ഇതിലിവിടെ നോക്കൂ, എ അല്ലേ ഒരു വവ്വൽ അല്ലേ? പിന്നെന്താണ് ഇ രണ്ടാമത്തെ വവ്വൽ, ഇവിടെ എ മൂന്നാമത്തെ വവ്വൽ, ഐ നാലാമത്തെ. 4 വവ്വൽസ് ഉണ്ട്. ഇവിടെ എ ഒരു വവ്വല്, ഇ ഒരു വവ്വലാണ് അല്ലേ? എ ഒരു വവ്വലാണ്, ഐ ഒരു. എത്ര ഉണ്ട്? ദർ ആർ 4 വവ്വൽസ്. അപ്പോൾ അതിൽ ആ 4 ഏത് കിട്ടിയാലും എന്താണ്? ഫേവറബിൾ ഔട്ട്കം ആണ്. ശരിയല്ലേ? അപ്പൊ എത്ര ഔട്ട്കംസ് ഉണ്ട് ഫേവറബിൾ ആയിട്ട്? 4. അപ്പോൾ ഒരു വവ്വൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4/11 ആണ് ഒരു വവ്വൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് വവ്വൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 4/11 ആണ്. ഇങ്ങനെ ഇതേപോലെ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചാൽ മലയാളം എന്നുള്ള വേർഡ് എന്നിട്ട് അതിങ്ങനെ. ഇനി ഇവിടെ നോക്കൂ, ഒരു മലയാളം തന്നെ ആയിക്കോട്ടെ. മലയാളം എന്ന് പറഞ്ഞ ഇതിലുള്ള മലയാളം അല്ലെ, ഇതിലുള്ള എല്ലാ ലെറ്റേഴ്സും ഒരു സ്ലിപ്പിൽ എഴുതിയിട്ട് ഒരു ബോക്സിലിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണേ? ഒരു ലെറ്റർ എടുക്കാം. ഒരു ലെറ്റർ എടുത്ത് ആ ഒരു സ്ലിപ്പ് ഇടുക. ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലിപ്പ് എം ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? ഇതിൽ എം ആവാനുള്ള പ്രോബബിലിറ്റി എത്ര എം ആവാനുള്ള പ്രോബബിലിറ്റി? ഇതിൽ മലയാളത്തിൽ 1 2 3 4 5 6 7 8 9 എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 9 ആണ് വരിക. എത്ര എംസ് നോക്കൂ, ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്. ശരിയല്ലേ? there are 2 എംസ്. therefore the probability of getting a m, the letter m is 2/9 ആണ്. 2/9 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എടുക്കുന്ന ലെറ്റർ എം ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണല്ല? എം ആവാനുള്ള പ്രോബബിലിറ്റി ഇതാണ്. എം ആവാനുള്ള പ്രോബബിലിറ്റി 2/9 ആണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എം ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ള. എങ്ങനെയാണ് നമ്മൾ പറയാം എം ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി? എം ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ എം ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അതിന്റെ ബാക്കിയുള്ള പ്രോബബിലിറ്റി ഒക്കെ എം ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, എം അല്ലാത്ത എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കണതിൽ. ഇതിൽ ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ആകെ 9 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 9 ലെറ്റേഴ്സിൽ 2 ലെറ്റേഴ്സ് എം ആണ്. 2 ലെറ്റേഴ്സ് എന്താണ്? എം ആണ്. ഇനി എം അല്ലാത്ത എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എം അല്ലാത്ത ബാക്കിയുള്ള ലെറ്റേഴ്സ് 7 ലെറ്റേഴ്സ് എന്താണ്? എം അല്ലാത്ത നോൺ എം ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് 7/9 ലെറ്റേഴ്സ് ആണ് എം അല്ലാത്തുള്ള. 7/9 ആണ് എന്ത് വരിക? എം ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ദ ലെറ്റർ എം. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ദ ലെറ്റർ എം ഈസ് 7/9. പറഞ്ഞാലോ? അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കാര്യം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? ആണോ? ഇത് എം കിട്ടാനുള്ള എം ആവാനുള്ള പ്രോബബിലിറ്റി 2/9. ഇത് എം കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 7/9. ഈ ഒരു സംഭവം നടക്കാനുള്ള പ്രോബബിലിറ്റിയും അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. പറഞ്ഞാലോ? ഒന്ന് വിജയിക്കാനുള്ള എം കിട്ടാൻ വിജയിച്ചു, വിജയിക്കാനുള്ള പ്രോബബിലിറ്റിയും എം കിട്ടാതിരുന്നാൽ പറ്റില്ല. അപ്പൊ വിജയിക്കാനുള്ള പ്രോബബിലിറ്റിയും അത് പരാജയപ്പെടാനുള്ള പ്രോബബിലിറ്റി, ഒരു സംഭവം നടക്കാനുള്ള പ്രോബബിലിറ്റിയും അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കി എന്താ കിട്ടുക? ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ 9 ആണ് അല്ലേ? 9. അപ്പോൾ 2 + 7 എന്താ കിട്ടുക? 9/9 എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ആണോ? എപ്പോഴും 1 ആണ് കിട്ടുക.
ഒരു കാര്യം നടക്കാനുള്ള പ്രോബബിലിറ്റിയും അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എപ്പോഴും എന്ത് കിട്ടും? 1 കിട്ടും. അതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടായിട്ട് ഓർത്ത് വെക്കുക. ഒരു സംഭവം നടക്കാനുള്ള പ്രോബബിലിറ്റിയും ഒരു സംഭവം നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? 2 പ്രോബബിലിറ്റി കൂടി ആഡ് ചെയ്ത് കിട്ടും 1 ആണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഒരു ബോക്സിൽ കുറേ റെഡും ഗ്രീനും കുറേ ബോൾസ് ഉണ്ട്. റെഡും ഗ്രീനും ബോൾസ് കുറേ എണ്ണം ഉണ്ട്. എത്രയെന്ന് നമുക്കറിയാം, കുറേ എണ്ണം ഉണ്ട്. ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 3/8 ആണ് ഇരിക്കുക. എന്നുവെച്ചാൽ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ റെഡും ഗ്രീനുമായിട്ട് കുറേ ബോൾസ് ഉണ്ട്. ആ ബോൾസിൽ നിന്ന് നോക്കാതെ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 3/8 ആണ്. അങ്ങനെയാണെങ്കിൽ അത് റെഡ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റെഡ് ആവാനുള്ള പ്രോബിലിറ്റി 3/8. റെഡ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര വരിക? ഈ 8ൽ 3 പ്രോബബിലിറ്റി റെഡ് ആവാനാണെങ്കിൽ 8ൽ ബാക്കിയുള്ള പ്രോബബിലിറ്റി റെഡ് ആവാതിരിക്കാനുള്ളതാണ്. എത്ര വരെ ബാക്കി ഉണ്ടാവുക? 5 ഉണ്ടാവും അല്ലേ? 5/8. കാരണം 5ഉം 3 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ 8 കിട്ടുക, ശരിയല്ലേ? അപ്പോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 3/8 ആണെങ്കിൽ റെഡ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 5/8. അത് ഇവിടെ ഗ്രീന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രീന് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് അങ്ങനെ പറയാം. അത് ആവാതിരിക്കാറല്ലേ? വേറെ ബോൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം മീനിങ് വരാം. അപ്പൊ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 3/8 ആണെങ്കിൽ റെഡ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താ വരിക? 5/8 ആണ് വരിക. അത് മനസ്സിലാക്കുക. അത് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഇങ്ങനെ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയും റെഡ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കൂടി ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക. അപ്പോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 3/8 ആണെങ്കിൽ റെഡ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് എന്താ വരിക? 3/8. 1 - 3/8 ആണ് എന്ത്? 5/8 വരും. ഇങ്ങനെയാണ് ശരിക്കും വരിക. ഇത് ഇങ്ങനെ ഓർത്താൽ മതി. പക്ഷെ അത് ഇങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. 1ന്ന് ഒരു പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മറ്റേ പ്രോബബിലിറ്റി കിട്ടും എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിലെ സക്സസിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി രണ്ടും കൂടിയുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്ത് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. നടക്കാനുള്ള പ്രോബബിലിറ്റിയും അത് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 1 ആണ് കിട്ടുക എന്നുള്ള ഓർക്കുക കേട്ടോ. ഇനി ചെറിയൊരു കാര്യം കൂടി പറയാണ്ട് ഇവിടെ നോക്കൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നോക്കുക. ഒരു പേപ്പറിൽ ഒരു ബോക്സിൽ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് എഴുതി സ്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ലിപ്പിലേക്ക് തന്നെ വരാം. 1 മുതൽ 25 വരെയുള്ള 21 to 25 നമ്പേഴ്സ് റൈറ്റ് ചെയ്തിട്ടുള്ള സ്ലിപ്പുകൾ ഇട്ട ഒരു ബോക്സ്. ഈ ബോക്സിൽ നമ്മൾ നോക്കാതെ ഒരു നറുക്ക് ഒരു സ്ലിപ്പ് എന്ത് ചെയ്യാണ്? പുറത്തെടുക്കുകയാണ്. അതല്ലോ, ഒരു സ്ലിപ്പ് പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ അതൊരു ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് അതൊരു മൾട്ടിപ്പിൾ ഓഫ് 5 ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? മൂന്നാമത്തെ ക്വസ്റ്റ്യന് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? നാലാമത്തെ ക്വസ്റ്റ്യന് ആ നമ്പർ എന്താണ്? ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കണം. സാർ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായല്ലേ? അപ്പോൾ നോക്കൂ, ഇതിൽ 1 മുതൽ 25 വരെ എന്ന് പറഞ്ഞാൽ ആകെ 25 സ്ലിപ്പുകളാണുള്ളത് അല്ലേ? അതുകൊണ്ട് പ്രോബബിലിറ്റി പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഡിനോമിനേറ്ററിൽ 25 ആയിരിക്കും വരിക. കാരണം ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ നമ്മൾ റിസൾട്ട് എഴുതുമ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അങ്ങനെയൊക്കെ എഴുതണം. റിസൾട്ട് എഴുതുമ്പോൾ കേട്ടോ. അത് എഴുതുന്നത് ഞാൻ എഴുതണം. അപ്പോൾ പ്രോബബിലിറ്റിയിൽ ഡിനോമിനേറ്റർ 25. എന്താ 25ന്റെ മീനിങ്? ഇതിൽ 25 സ്ലിപ്സ് ആണുള്ളത്. അതുകൊണ്ട് ആ 25 ഔട്ട്കംസ് ആണുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് വരും? 25 വരും. ശരിയല്ലേ? ഇനി ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞാൽ ഈ 1 മുതൽ 25 വരെയുള്ള നമ്പറുകളിൽ എത്ര ഓഡ് നമ്പേഴ്സ് 1 to 25 നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് നോക്കാം. എത്ര ഉണ്ടാവും? 1 മുതൽ 25 വരെ എടുക്കുകയാണെങ്കിൽ 13 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. 12 ഈവൺ നമ്പർ. നമ്മൾ എഴുതി നോക്കിയാൽ മനസ്സിലാക്കേണ്ടി വേണം. ഓഡ് നമ്പേഴ്സിന്റെ എണ്ണം 13 ആണ്. ഈവൺ നമ്പേഴ്സിന്റെ എണ്ണം എന്താണ്? 12 ആണ്. അപ്പോൾ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ വരിക? 13/25 ആണ് വരിക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതെയല്ലോ. ഈ രണ്ടാമത്തെ നോക്കൂ. ഇതിൽ കിട്ടുന്ന നമ്പർ ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആവണം. ഒരു 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള നമ്പറുകളിൽ 5ന്റെ മൾട്ടിപ്പിൾസ് എത്ര ഉണ്ട് നോക്കാം? 5 ഉണ്ട് 1 അല്ലേ? പിന്നെ 10 ഉണ്ട് 2 15 ഉണ്ട് 20 ഉണ്ട് 25 ഉണ്ട്. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് എത്ര ഉണ്ട്? ദർ ആർ 5 നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആവാനുള്ള പ്രോബബിലിറ്റി 5 എന്താ വരിക? 20. ഡിനോമിനേറ്റർ 25. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ ഒരു 5 കിട്ടാനുള്ള 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി 1/5 ആണ്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആ കിട്ടുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാലോ. അറിയാലോ അല്ലേ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അപ്പം 3 എണ്ണമായി. ശരിയല്ലേ? 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25.
അല്ലേ? അപ്പോൾ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്? 1 ഉണ്ട്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 4 ഉണ്ട്, 9 ഉണ്ട്, 16 ഉണ്ട്, 25 ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 എണ്ണം ശരിയല്ലേ? അപ്പോൾ ആ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എണ്ണം 5 ശരിയാണല്ലോ അല്ലേ? ആകെ എണ്ണം 25. 5/25 കട്ട് ചെയ്ത് എന്താ വരിക? 1/5 ആണ് വരിക. ഇതെന്തിനുള്ള പ്രോബിലിറ്റി ആണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി 1/5 ആണ്. അതിൽ നിന്നൊരു സ്ലിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന സ്ലിപ്പ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/5 ആണ്. ഇനി അതേപോലെ പ്രൈം ആവാനുള്ള പ്രോബിലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ പ്രൈമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. മനസ്സിലായാലോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പറഞ്ഞ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 4 ആണ്. പ്രൈം നമ്പർ പറഞ്ഞാൽ വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത, 1ഉം ആ സെയിം നമ്പർ അല്ലാത്ത വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പറുകളെ എന്താ പറയുക? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ഈ പ്രൈം നമ്പേഴ്സിനെ വേറെ ഒരു നമ്പർ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 കൊണ്ടും ആ നമ്പർ കൊണ്ടും അല്ലാതെ വേറെ ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ്? 2 പ്രൈം ആണ്, 3 പ്രൈം ആണ് അല്ലേ? അടുത്ത പ്രൈം 5, 7, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, അടുത്ത് 11 ആണ്, അടുത്ത് 13 ആണ്, അങ്ങനെ പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളാണ് പ്രൈം നമ്പേഴ്സ് പറയാം. അപ്പോൾ ഈ 25 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് അത് നമ്മൾ എണ്ണി നോക്കേണ്ടി വരും. അത് എഴുതിയിട്ട് എണ്ണി നോക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ അത് എഴുതാനും എണ്ണാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. 1 മുതൽ 25 വരെയുള്ള 1 to 25 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലാകെ 9 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. 9 പ്രൈം നമ്പേഴ്സ്. 1 മുതൽ 25 വരെയുള്ള നമ്പറിൽ 9 പ്രൈം നമ്പർ, ഇത് പഠിച്ചു വെക്കാം. 9 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. 1 മുതൽ 50 വരെയുള്ള നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. 15 പ്രൈം നമ്പേഴ്സ്. പറഞ്ഞ മനസ്സിലാണല്ലോ? 1 മുതൽ ഒരു 75 വരെയുള്ള നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ 21 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. 21 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവുക. 21 ആണ്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 25 പ്രൈം നമ്പേഴ്സും ഉണ്ടാവും. ഇതൊന്ന് നിർബന്ധമായിട്ട് ഇങ്ങനെ മെമ്മറി കയറ്റി വെക്കുക. 100-ൽ താഴെയുള്ള ബിലോ 100 ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 25 ആണ്. ബിലോ 75 ആണെങ്കിൽ അതിൻ്റെ എണ്ണം 21 ആണ്. മനസ്സിലായാലോ? ബിലോ 50 ആണെങ്കിൽ പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 15 ആണ്. ബിലോ 25 ആണ്. ഇത്രയും പഠിച്ചാൽ മതി. ഇത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. മനസ്സിലായല്ലോ? 25 താഴെ 9 എണ്ണം, 50-ൽ താഴെ 15 എണ്ണം, 75-ൽ താഴെ 21 എണ്ണം, 100-ൽ താഴെ 25 എന്നിട്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ 1 മുതൽ 25 വരെ നമ്പേഴ്സാണ് എടുത്തത് അല്ലേ? അപ്പോൾ അതിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ദർ ആർ 9 പ്രൈം നമ്പേഴ്സ്. Therefore 1 മുതൽ 25 വരെയുള്ള നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ഏതാ പ്രോബബിലിറ്റി? അപ്പോൾ ആകെ പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം 9 ശരിയല്ലേ? ടോട്ടൽ എണ്ണം 25. ഇപ്പം 9 ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക 9/25 ആണെന്ത് ആ എടുക്കുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓർത്തു വെക്കുക. ഇതേപോലെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എണ്ണണം. ഓരോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് അത് എഴുതി ആകെ എത്ര ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടാ പ്രോബബിലിറ്റി കിട്ടും. എപ്പോഴും ഓർത്തു വെക്കുക. മുകളിൽ എപ്പോഴും ചെറിയ നമ്പറാണ് കിട്ടുക, താഴെ എന്ത് വരും? വലിയ നമ്പറാണ് കിട്ടുക. ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് എന്ത് വരിക? പ്രോബബിലിറ്റി ഇവിടെ എക്സ്പ്രസ് ചെയ്യുക ഇൻ ബിറ്റ്വീൻ 0 and 1. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും എക്സാമിന്. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നമുക്ക് അടുത്ത ഇതിൽ തരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതങ്ങോട്ട് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? അടുത്ത ഒരു സെക്ഷനും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ കവർ ചെയ്യേണ്ടതുണ്ട്. അതിന് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയാം. അത് പറഞ്ഞാൽ ഫിഗറുകൾ വരച്ചിട്ടുള്ള പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.